ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങളിലെ പ്രതിനിധികളായി, ദുയൂഫുർ റഹ്മാൻ, അല്ലാഹുവിൻ്റെ അതിഥികളായി ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ ഈ വർഷത്തെ ഹജ്ജിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ നിർബന്ധമായും നിർവഹിക്കപ്പെടേണ്ട കർമ്മവും ആണ്. ഇരു ഹറമുകളിലും എത്താൻ കൊതിക്കാത്ത ആരുമില്ല. എല്ലാവരുടെയും മനസ്സ് സദാസമയവും മക്കയും മദീനയും എന്ന് തന്നെയാണ്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇരു ഹറമുകളിൽ എത്തിച്ചേരാനും ഉംറ നിർവഹിക്കാനും ഹജ്ജ് നിർവഹിക്കാനും ഒക്കെയുള്ള വലിയ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് ഹജ്ജിനെ കൂടുതൽ പ്രാമുഖ്യം നൽകുകയും ആ ഹജ്ജിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുകയും ചെയ്യുന്നത്? ഫർളാണ് എന്നതിൽ അപ്പുറം തന്നെ ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിച്ചാൽ ആ മനുഷ്യന് ലഭിക്കുന്ന കൂലിയുടെ ആധിക്യവും അത്രയുണ്ട്. ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിച്ചാൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല. അപ്പോൾ നല്ല നിലയിൽ കൃത്യമായി അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ നിർവഹിച്ച ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗം നൽകുകയാണ്. മറ്റൊരു ഹദീസിൽ മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ റജഅക യൗമ വലദതുഹു ഉമ്മുഹു. ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു പോരുന്ന അവസരത്തിൽ തൻ്റെ ഉമ്മ തൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് സംഭാവന ചെയ്യുന്ന സാഹചര്യത്തിൽ, അവൻ പിറന്നു വീഴുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നുവോ അതുപോലെ അവൻ പാപമുക്തനാണ്, സംശുദ്ധനാണ്, ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങുന്നവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും വലിയ മഹാത്മ്യം കിട്ടുന്ന അമലാണ് ഹജ്ജ് എന്ന് പറയപ്പെടുന്നത്. ആ ഹജ്ജ് നിർവഹിക്കുക എന്നത് പലപ്പോഴും പലർക്കും തടസ്സമായി വരാറുണ്ട്. സാഹചര്യങ്ങളെ കൊണ്ട്, സാമ്പത്തികമായ കഴിവില്ലാത്തത് കൊണ്ട് വലിയ അതിയായ ആഗ്രഹമുണ്ടാകും, പക്ഷെ അവിടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ആരോഗ്യമായി തളർന്നിരിക്കുന്നത് കൊണ്ട്, ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട്, അനാരോഗ്യം കാരണം പലർക്കും ആ ഹജ്ജിന് അവിടെ സംഗമിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പല പല പ്രതിബന്ധങ്ങളുള്ളവരും ഈ കൂലിയും ഇതിന്റെ മഹാത്മ്യവും ഒക്കെ കേൾക്കുമ്പോൾ അവിടെ എത്തണമല്ലോ എന്ന കൊതി നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന ചില അമലുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഹജ്ജ് ചെയ്യാൻ ഒരു മനുഷ്യന് കഴിഞ്ഞില്ലെങ്കിലും ആ മനുഷ്യന് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കും എന്ന് വെച്ച് ഈ അമലുകളൊക്കെ ചെയ്താൽ അയാളിൽ നിന്ന് ഹജ്ജ് ഇല്ലാതെയായി പോകുമെന്നോ ഇനി ഹജ്ജിന് പോകണ്ട എന്നൊന്നുമല്ല ഈ പറയുന്നത്. ഹജ്ജിന്റെ പ്രതിഫലം കിട്ടും. ഹജ്ജിന്റെ പ്രതിഫലം പറഞ്ഞു, ഒന്ന് സ്വർഗമാണ്, മറ്റൊന്ന് തന്റെ ഉമ്മ തന്നെ പ്രസവിച്ചതുപോലെയുള്ള സംശുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കുകയാണ്. അങ്ങനെയുള്ള ചില കർമ്മങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ. 5 വക്ത് നിസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി ശുദ്ധീകരണം തന്റെ വീട്ടിൽ നിന്ന് നിർവഹിച്ച ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. ഫഅജ്റുഹു കാജിലിൽ ഹാജ് വൽ മുഹരിമി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം ലഭിക്കാൻ വളരെ സിമ്പിളായി എല്ലാ ദിവസവും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കർമ്മമാണ് മുത്തനബി പറഞ്ഞത്. ഒന്നാമത്തെ കർമ്മം, ഒരാൾ ശുദ്ധീകരണം വീട്ടിൽ നിന്ന് വരുത്തി പള്ളിയിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ പള്ളിയിൽ വെച്ച് അയാൾ ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്നു എങ്കിൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ പ്രതിഫലം കൊടുക്കും എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ദുഹാ ലാ യൻസിബു ഇല്ലാ ഇയ്യാഹു ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ. ഒരു മനുഷ്യൻ ദുഹാ നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലെത്തിയാൽ
ദുഹാ നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പല സുന്നത്തായ നിസ്കാരങ്ങളും നമ്മൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുമ്പോൾ അതിന് പ്രതിഫലം കൂടുന്നുണ്ട്. നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തീബായ സുന്നത്തുകൾ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. പക്ഷെ അത് മുടങ്ങിപ്പോകും എന്ന് മനസ്സിലാക്കിയവനോ ധാരണയുള്ളവനോ അവൻ പള്ളിയിൽ വെച്ച് തന്നെയാണ് നിർവഹിക്കേണ്ടത്. എന്നാൽ ദുഹാ നിസ്കാരം, ആ നിസ്കാരം അവൻ പള്ളിയിൽ വെച്ച് നിർവഹിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അങ്ങനെ ഒരാൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ അവൻക്ക് അജ്റിൽ മുഅ്തമിരി, ഒരു ഉംറ ചെയ്തവന്റെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടുന്നത് നോക്ക് നിങ്ങൾ. 5 വക്ത് നിസ്കാരത്തിനും പലപ്പോഴും നമ്മൾ ബാങ്ക് കേൾക്കുന്നവരാണ്, പക്ഷെ അത് കൃത്യമായി ഗൗനിക്കാത്തവരുമാണ്. നിസ്കാരത്തിന് വേണ്ടി സജ്ജമായി, അതല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള അവസ്ഥയിൽ തന്നെ ശുദ്ധിയായ നിലയിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോഴും ബാങ്ക് കേട്ടാൽ അത് പിന്നെയാക്കാം എന്ന ഒരു മനസ്സ് നമ്മിൽ പല ആളുകൾക്കും വരുന്നുണ്ട് എങ്കിൽ ഈ കൂലി ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരു ജമാഅത്തിന് പങ്കെടുത്താൽ ഒരു ദിവസം ഒരു ഹജ്ജ് ചെയ്ത കൂലി കിട്ടും. അങ്ങനെ 5 വക്തിലും ജമാഅത്തായി നിർവഹിക്കാൻ ഒരു മനുഷ്യൻ പള്ളിയിൽ വന്നാൽ 5 ഹജ്ജ് ചെയ്ത കൂലി ആ മനുഷ്യനുണ്ടെന്നല്ലേ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വക്ത് നിസ്കരിക്കാൻ, ജമാഅത്തായി നിർവഹിക്കാൻ ഒരു 15 മിനിറ്റ് മതി ഒരു വക്ത്, അല്ലേ? ഏറിയാൽ ഒരു 15 മിനിറ്റ് മതി. എത്രയോ ആളുകൾ ഇവിടെ നമ്മുടെ ഈ പള്ളിയുമായി പരിസരത്ത് നിൽക്കുന്ന എത്രയോ ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ, കടകളിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആ സമയത്ത് അവ്വൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അത് മരണം വരെ നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വാഹനങ്ങൾ ഓടിക്കുന്നവർ, ഓട്ടോ സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്നവർ, ഓട്ടോ ഓടിക്കുന്നവർ ഒരു ഓടി വരികയാണ് പള്ളിയിലേക്ക്. നോക്ക് നിങ്ങൾ, അവർക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കൊക്കെ ജമാഅത്തിന് പോയാലോ എന്ന് തോന്നും. എന്നാൽ ഇതിന്റെ പ്രതിഫലം മനസ്സിലാക്കി ഒരാൾ വരുമ്പോൾ അതിന് അല്ലാഹു തആല വലിയ കൂലി നൽകുകയാണ്. അങ്ങനെ വരുന്നവർക്ക് അല്ലാഹു തആല ഇരട്ടിയാക്കി പ്രതിഫലം നൽകുകയാണ്. ഒരു ജമാഅത്തും അകാരണമായി മുടക്കാൻ പാടില്ല. മുത്തായ തങ്ങൾ അവിടെന്ന് പറഞ്ഞത് ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസൊക്കെ നമ്മൾ ഇങ്ങനെ എത്രയോ തവണ പറഞ്ഞതാണ്. ഇതൊക്കെ കേട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹജ്ജല്ലേ നമുക്ക് കിട്ടുന്നത്, ഹജ്ജിന്റെ പ്രതിഫലമല്ലേ എന്ന് ഇന്നു മുതൽ മനസ്സിലാക്കി ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ എത്തി നിൽക്കുന്നത് അവിടെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളി അടുത്തുണ്ടാവുമല്ലോ. ഇന്ന് കേരളത്തിലൊന്നും പള്ളിക്ക് ഒരു വിധത്തിലും കുറവില്ല, അത്രയും ധാരാളിത്തമുണ്ട് പള്ളിയുടെ വിഷയത്തിൽ. പക്ഷെ ജമാഅത്തുകൾക്ക് ആള് കുറവാണ് എന്നേ ഉള്ളൂ. ഇപ്പൊ ജമാഅത്തിന്റെ സമയത്ത് ആ ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള ഒരു വ്യഗ്രത നമുക്കുണ്ടാവണം, ഒരു താല്പര്യവും ഔത്സുക്യവും നമുക്കുണ്ടാവണം. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പരാതിയുമായി വന്ന ആളുകളോടാണ് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന വലിയ ഒരു കാര്യം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്. മദീനയിലുള്ള പാവപ്പെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അതാ മദീനയിലെ ഫുഖറാക്കളായ പാവപ്പെട്ട അതിദരിദ്രരായ ആളുകൾ വരുന്നു സങ്കടം പറയാൻ. അവരുടെ സങ്കടം എന്താണ്? നബിയേ, ഞങ്ങൾ എന്താ വന്നത് എന്നറിയോ? സമ്പന്നരെല്ലാം കൊണ്ടുപോയി നബിയെ, എല്ലാ കൂലിയും അവർക്കാണ് നബിയെ. ഞങ്ങൾ നിസ്കരിക്കും പോലെ അവർ നിസ്കരിക്കുന്നുണ്ട്, അതിന് അവർക്ക് കൂലി കിട്ടുന്നില്ലേ? ഞങ്ങൾ നോമ്പനുഷ്ഠിക്കും പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, അതിന്റെ കൂലിയും അവരുടെ അക്കൗണ്ടിലുണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ നല്ല പണമുള്ളത് കൊണ്ട് അവരെല്ലാ വർഷവും ഹജ്ജിന് പോകുന്നുണ്ട്, ഉംറക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ധർമ്മസമരം വരുമ്പോൾ അതിൽ പങ്കെടുക്കുകയും നന്നായി സംഭാവനകൾ ചെയ്യുന്നുണ്ട്. നബിയേ, ഞങ്ങൾക്ക് അതിന്റെ പ്രാപ്തിയില്ലല്ലോ നബിയേ എന്ന് പറഞ്ഞ് അതിദരിദ്രരായ ആളുകൾ സങ്കടം പറയുന്നു. നബി തങ്ങളോട് ഒന്ന് സങ്കടം പറയാ നബിയെ,
ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നതിന് മുമ്പിൽ കൊടുക്കുന്നതിന്റെ ഒക്കെ കൂലി അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിലപ്പുറം അവരവരുടെ ധനം കൊണ്ട് പറയാൻ സമ്പാദിക്കുന്ന അവസരത്തിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അലാ ഉഹദ്ദിഥുകും ഇൻ അഖദ്തും വദറക്തും മൻ സബഖകും വലം യുദ്രികും അഹദുൻ ബഅദകും വകുൻതും ഖൈറ മൻ അൻതും ബൈന ദഗ്റാനി ഇല്ലാ മൻ അമില മിസ്ലഹു. ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞു തരാം, അത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അവരെ ഹജ്ജ് ചെയ്യുന്ന കൂലി അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് വീഴും. അവര് ഉംറ ചെയ്യുന്നുണ്ടെങ്കിൽ, അവര് സ്വതക ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രാപ്തിയില്ലാത്തവരാണെന്ന് സങ്കടപ്പെടേണ്ട, നിങ്ങളുടെ അക്കൗണ്ടിൽ അതിനെല്ലാം കൂലി വീഴും. എന്നിട്ട് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ? വളരെ സിമ്പിളായ കാര്യം, എല്ലാവർക്കും നിർവഹിക്കാൻ കഴിയുന്ന കാര്യം. തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ 33 തവണ അൽഹംദുലില്ലാ, 33 തവണ അല്ലാഹു അക്ബർ, 33 തവണ സുബ്ഹാനല്ലാഹ് വസുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ 33 തവണ നിസ്കാരങ്ങൾക്ക് ശേഷം 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഒരാൾ നിർവഹിച്ചാൽ അയാൾക്ക് ഈ പ്രതിഫലം അയാളുടെ അക്കൗണ്ടിൽ വീഴുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 മിനിറ്റ് കൊണ്ട് ഒരു ഹജ്ജിന്റെ കൂലി. എത്ര? 3 മിനിറ്റ് കൊണ്ട് ഹജ്ജ് എത്ര സമയം എടുക്കും? ഒരു ഹജ്ജ് ചെയ്യാൻ എത്ര സമയം എടുക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, എന്തെല്ലാം റിസ്കുകൾ അനുഭവിക്കണം. തിരക്കുകളിൽ പെട്ട് ജീവൻ പോലും നഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടില്ലേ, അനുഭവങ്ങളില്ലേ? എന്നാൽ 3 മിനിറ്റ് കൊണ്ട് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഒരു 33 തവണ ഇതൊക്കെ ചൊല്ലി പോകുന്നവരായി നമ്മൾ മാറണം. ചില നിസ്കാരത്തിലേക്ക് വന്നാൽ തന്നെ ആരോ വിളിക്കുന്നത് പോലെയാണ്. നിസ്കാരം കഴിഞ്ഞ ഒരു വട്ടം എവിടുന്ന ഒരു വഴി വന്നതുപോലെ നിസ്കാരങ്ങൾ എല്ലാം വിട്ടം കാത്തിരിക്കുന്ന ഒരു 33 തവണ ഇത് ചെല്ലാൻ വെറൊരു 3 മിനിറ്റ് ഏറിയാലുള്ളതാണ് പറഞ്ഞത്. നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് ചെല്ലുന്നത് സൂസൂലാണ് നിൽക്കാറില്ല. അങ്ങനെ ആവാൻ പാടില്ല. സുബ്ഹാനല്ലാഹ് നേരെ ചെല്ലണം. അതെങ്ങനെ കുറച്ച് കൂടി പോയ ഉസ്താദ് സുബ്ഹാനല്ലാഹ് അല്ലിട്ട് തീരുന്നില്ലേ, ഒരു നോട്ടം ഉണ്ടാവും അല്ലേ? എന്താ തീരുന്നില്ല? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു 33 കൃത്യമായി നമ്മൾ നിർവഹിക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 3 മിനിറ്റ്. ആ 3 മിനിറ്റ് ഒരാൾ ചെലവഴിച്ചാൽ അയാൾക്ക് ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ടെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മൂന്നാമതായി അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞു, ഇന്നലകും ഫീ കുല്ലി ജുമഅത്തിൻ ഹജ്ജ, നിങ്ങൾക്ക് എല്ലാ ജുമഅയിലും ഹജ്ജുണ്ട്. അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മൾ കേൾക്കുന്നവരാണ് അല്ലേ? വാളെടുത്തുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ ശ്രമിക്കുന്നവരാണ്. അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. ആർക്കാണ് ഇത് കിട്ടുന്നത് എന്നറിയോ? നബി തങ്ങൾ പറയാണ്, ഫൽ ഹജ്ജത്തു അൽ ഹജീറു ലിൽ ജുമഅ. അവസാന ഖുത്ബ അങ്ങനെ തീരാ നേരത്തെ കയറി വരുന്നുണ്ടല്ലോ, അവർക്കൊന്നും ഇതില്ല. അൽ ഹജീറു ലിൽ ജുമഅ, ജുമഅക്ക് നേരത്തെ പള്ളിയിൽ എത്തുന്നവർക്കാണ് ഈ ഹജ്ജിന്റെ പ്രതിഫലം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പലരും എങ്ങനെയായിരിക്കും അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് അപ്പോഴായിരിക്കും ആ കുളിക്കാൻ ആ മോട്ടർ ഓൺ ചെയ്യടി ഉസ്താദ് അത് വിളിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഇവിടെ പുറത്തേക്ക് ഇടും കൂടി ചെയ്യുന്നതുകൊണ്ട് നല്ല സൗകര്യമാണ്. ശരിക്കും പുറത്തേക്ക് ഇടാൻ പാടില്ല. ജുമ എന്തെങ്കിലും നേരത്തെ എത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ തീർന്നിട്ട് 2 ദിവസം എത്തുമ്പോൾ പിന്നെ അടുത്ത ജുമക്ക് നേരത്തെ എത്തിക്കോളും. ഇത് നേരത്തെ അവസാനം കയറി വരും, എന്നിട്ട് ആദ്യം പോവുകയും ചെയ്യും. അവര് വലിയ ഫضലുള്ള ആളുകളാണ്. അവസാനം കയറി വന്നിട്ട് ആദ്യം പോകുന്ന ആളുകളായിരിക്കും. ചിലരുണ്ട് ഹജ്ജിനൊക്കെ പോകുമ്പോൾ നല്ല തിരക്കുള്ള ആളുകൾ, പണ്ഡിതന്മാരൊക്കെ അവസാനം കയറി പോകും, എന്നിട്ട് അവരായിരിക്കും ആദ്യം വരിക. അതേപോലെയാണ് ജുമഅക്കൊക്കെ അങ്ങനെ നല്ല സ്റ്റഡി ആയിട്ട് അവസാനം കയറി വന്ന് ആദ്യം തിരിച്ചു പോകുന്നവർ വളരെ ഫضല് കുറഞ്ഞ ആളുകളാണ്. എന്ന് മാത്രമല്ല, ഇവര് ജുമഅയുടെ ഏടിൽ വരെ എഴുതപ്പെടുകയില്ല. ജുമഅക്ക് നേരത്തെ വരുന്ന ആളുകൾക്ക് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ഇഗ്തസല യൗമൽ ജുമഅത്തി വസലൽ ജനാബ ثم راح فكأنما قرب بدنة ومن راح في الساعة الثانية فكأنما قرب بقرة. വലിയൊരു ഹദീസിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ അവിടുന്ന് പറയാ, ആദ്യം ജുമഅയുടെ ആദ്യ സമയങ്ങളിൽ കയറി വരുന്ന ആളുകൾ, ആ കയറി വരുന്ന ആളുകൾക്ക് ഒരു ഒട്ടകത്തെ ബലിയർപ്പിച്ചതിന്റെ കൂലിയുണ്ട് എന്ന്.
രണ്ടാമത് കയറി വരുന്ന ആളുകൾക്ക് ഒരു മാടിനെ, ഒരു പോത്തിനെ, അല്ലെങ്കിൽ ഒരു എരുമയെ, ഈ വർഗത്തിൽപ്പെട്ടതിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിച്ച കൂലി ലഭിക്കും. മൂന്നാമത് കയറി വരുന്ന ആളുകൾക്ക് ഒരു ആടിന്റെ പ്രതിഫലം ലഭിക്കും. നാലാമത് കയറി വരുന്ന ആളുകൾക്ക് ഒരു കോഴിയെ അറുത്തു കൊടുത്തതിന്റെ കൂലി കിട്ടും. അഞ്ചാമത് കയറി വരുന്ന ആളുകൾക്ക് ബീളത്ത്, ഒരു മുട്ടയുടെ കൂലി കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്ക് ഏത് കൂലിയാണ് പലർക്കും കിട്ടാറുള്ളത് എന്ന് ചിന്തിക്കാം. എന്നിട്ടോ ഈ മലക്കുകൾ ഇതൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷം അവരാ കിതാബൊക്കെ പൂട്ടി, ഇമാമ ഖതീബ് മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പൂട്ടിയിട്ട് അവര് സുഫിൽ അണിനിരക്കും. അവരാ വഅദ് കേൾക്കും, അവരാ ഉപദേശം കേൾക്കും, അന്ന് ജുമുഅയിൽ പങ്കെടുക്കും. ആ സമയത്ത് കയറി വരുന്ന ആളുകൾ ആ രേഖയിൽ ഉണ്ടാവുകയില്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കൊക്കെ എത്ര ജുമുഅ കിട്ടിയിട്ടുണ്ടാവും? കുറെ ആളുകൾക്ക് ജുമുഅ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ജുമുഅന്റെ ഏടിലുണ്ടാവില്ല. പഠിച്ചോനെ നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ അല്ലാഹു ഞാനുണ്ടായിരുന്നു, ഞാൻ ജുമുഅക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മലക്കളോട് ഇവിടെ ആ ഏടെടുത്ത് ഇല്ലല്ലോ, എവിടെ നീ? അപ്പോഴായിരിക്കും അല്ലാഹുൽ മുഅ്മിനീനൽ മുഅ്മിനാത്തിൽ വരുന്ന ആളുകളാണ്. അവർക്ക് കിട്ടൂല, ജുമുഅ കിട്ടൂല, ജുമുഅയുടെ ഏടിൽ അവരുണ്ടായിരിക്കുകയില്ല. എന്നാൽ ജുമുഅക്ക് നേരത്തെ എത്തുന്ന ആളുകൾക്ക് ഇതിനും പുറമെ കിട്ടുന്ന കൂലിയാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് അവർക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ തങ്ങൾ പറയാൻ മൻ ഗദാ ഇലൽ മസ്ജിദി, ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നു, ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു, ഇൽമു പഠിക്കുക എന്ന ഉദ്ദേശത്തോടെയോ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ കാന ലഹു കഅജ്രി ഹാജിൻ താമൻ ഹജ്ജതുഹു, ഒരു ഹജ്ജ് പൂർണ്ണമായി ചെയ്തവന്റെ അതേ പ്രതിഫലം ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ കൂലിയ! നമ്മുടെ പള്ളിയിൽ എല്ലാ സുബഹി നിസ്കരിച്ചാലും ഒരു 10 മിനിറ്റ്, ഏറിയാൽ ഒരു 10 മിനിറ്റ്, 5 മിനിറ്റാണ് ശ്രമിക്കാറുള്ളത്, ചിലപ്പോൾ കൂടിയാൽ ഒരു 10 മിനിറ്റ് അല്ലേ? എല്ലാ ദിവസവും ക്ലാസ് നടക്കുന്നു. അപ്പൊ എല്ലാവരും വരിക പള്ളിയിലേക്ക്. സുബഹിക്ക് വരുന്ന സമയത്ത് മനസ്സിൽ നിയ്യത്തൊക്കെ ആ ഇൽമിന്റെ സദസ്സ് കൂടി പങ്കെടുക്കണം. ചിലര് നേരത്തെ തന്നെ എഴുന്നേറ്റ് ഒന്നും ആവശ്യമില്ല എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വലിയ അറിയുന്ന ആളുകളാണ് എന്ന ഭാവത്തിൽ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇൽമ അറിയുന്ന കാര്യമാണ് പറയുന്നതെങ്കിലും അത് ദിക്റിന്റെ മജ്‌ലിസാണ്. നിങ്ങളെങ്ങാനും ഇൽമിന്റെ മജ്‌ലിസ് കണ്ടാൽ ഫർതഉ, ആ ഇൽമിന്റെ മജ്‌ലിസിൽ കേറിയിരിക്കണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ അനുഗ്രഹങ്ങൾ വർഷിക്കും. നേരത്തെ സുബഹിക്ക് വന്ന ആളായിരിക്കും, വകയാണ് പ്രയാസങ്ങളുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. ചില ആളുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകും, കൂടുതൽ ഇരിക്കാൻ കഴിയാത്തവരുണ്ടാവും, വളരെ വിഷമകരമായ സാഹചര്യത്തിലൂടെ കഴിഞ്ഞു പോകുന്നവരുണ്ടാവും. അവരൊക്കെ എക്സെപ്ഷനാണ്. പക്ഷേ അതൊന്നും ഇല്ലാത്ത ആളുകൾ തന്നെ വെറുതെ എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങൾ വലിയ കൂലിയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഒരു പ്രതിഷേധവുമില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഉള്ളവർക്ക് എടുക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട എന്ന് വെക്കാം, അതൊക്കെ ചോയ്സാണ്. പക്ഷേ അല്ലാഹു തആല നൽകുന്ന കൂലിയോ ഒരു ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. മറ്റൊരു ഹദീസിൽ അഞ്ചാമതായുള്ള കാര്യം തങ്ങൾ പറയുന്നത് മൻ സല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ഒരാൾ ജമാഅത്ത് നിസ്കാരത്തിന് സുബഹിക്ക് പള്ളിയിൽ വരുന്നു, അല്ലെങ്കിൽ ജമാഅത്തായി ഇവിടെ നിന്നെങ്കിലും നിസ്കരിക്കുന്നു, സുമ്മ ഖഅദ യദ്കുറുല്ലാഹ്, പിന്നെ അതേ പള്ളിയിൽ തന്നെ അവൻ ഇരിക്കുകയാണ്, ഹത്താ തത്ലുഅ അശംസു, സൂര്യോദയം വരെ അവിടെ തന്നെ അവൻ ഇരിക്കുന്നു, സുമ്മ സല്ലാ റകഅത്തൈൻ, പിന്നെ 2 റകഅത്ത് ഇശ്റാഖിന്റെ നിസ്കാരം, അതല്ലെങ്കിൽ ദുഹാ നിസ്കാരം, രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പണ്ഡിതാഭിപ്രായം. ആ നിസ്കാരം നിർവഹിക്കുന്നു, കാനത്തു ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാ പറഞ്ഞപ്പോൾ നോക്കി നിങ്ങളുടെ പ്രയോഗം താമ്മത്തിൻ 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 3 തവണ പറഞ്ഞത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. അതുകൊണ്ടാണ് ഒരാൾ സുബഹ് നിസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദുഹാ നിസ്കാരം വരെ എന്ന് പറഞ്ഞാൽ സൂര്യോദയം നടന്ന 20 മിനിറ്റ്, ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും. അത് പള്ളിയിൽ ഔറാദുകളൊക്കെ എത്തി ചെലവഴിച്ചു. ഔറാദുകൾ ഉണ്ടല്ലോ, വെറുതെ ലത്തീഫ് ഉണ്ടാവും അല്ലെ, അങ്ങനെ പല വെറുതുകളും പതിവാക്കിയവരുണ്ടാവും. സ്വലാത്തിരിക്കും, ഖുർആൻ പാരായണം ചെയ്തോ, ഖുർആൻ അങ്ങനെ സുദീർഘമായി പാരായണം ചെയ്ത് അങ്ങനെ അവസാനം ദുആയും നിസ്കരിച്ചു പോകുന്നയാൾക്ക് ഒരു ഹജ്ജ് മാത്രമല്ല ഒരു ഉംറയും നിർവഹിച്ച കൂലിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമതായി നബി തങ്ങൾ അവിടെ നിന്ന് പറയുന്നത്, ഒരാൾ റസൂലുള്ളാഹിനെ സമീപിക്കുന്നു, അതാറജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, എന്നിട്ട് പറയുന്നു, ഇന്നി അഷ്തഹിൽ ജിഹാദ്, നബിയെ എനിക്ക് യുദ്ധത്തിന് പോരണമെന്നുണ്ട്, വഇന്നി ലാ അഖ്ദിറു അലൈഹി, പക്ഷേ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള പ്രാപ്തി എനിക്കില്ല, കഴിവില്ല, അതിനു മാത്രമുള്ള സമ്പത്തില്ല, അതിനു മാത്രമുള്ള ശേഷിയില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് തങ്ങള് ആ വന്ന ആഗതനായ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഹൽ ബഖിയ അഹദും മിൻ വാലിദൈക്, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മി, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. തങ്ങൾ പറയാണ്, ഫത്തഖില്ലാഹ ഫിഹാ ഫഇദാ ഫഅൽത ദാലിക ഫഅൻത ഹാജുൻ വമുഅ്തമിറുൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഉമ്മയെ നീ പൊന്നുപോലെ നോക്കിയാൽ, ആ ഉമ്മക്ക് സേവനം ചെയ്താൽ നിനക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളൊക്കെ ഉമ്മമാര് ജീവിച്ചിരിപ്പുള്ളവരുണ്ടാവും. ഇപ്പൊ പ്രായാധിക്യം വന്നു കഴിഞ്ഞാൽ അവര് ചെറിയ പ്രായങ്ങളിലെ സ്വഭാവങ്ങളിലേക്ക് മടങ്ങും. അവ ഇഷ്ടപ്പെടില്ല. അപ്പൊ പിന്നെ ജേഷന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് തള്ളു, അല്ലെ, പെങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് തള്ളു, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇനി അവിടെ ഇവിടെ ഒന്നും തള്ളാനില്ലെങ്കിൽ പിന്നെ അവസാനം തള്ളാൻ പറ്റിയ ഒരിടമാണല്ലോ ഓൾഡ് ഏജ് ഹോമുകൾ, അവിടേക്ക് ഒരു തള്ളു. ഒരാൾക്ക് ഉമ്മയും വാപ്പയും ജീവിച്ചിരുന്നിട്ട് സ്വർഗം വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഉമ്മയോടും വാപ്പയോടുമുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവരെ പൊരുത്തം സമ്പാദിക്കുന്നതിനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. മറ്റൊരു കാര്യം, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടാനുള്ള കാര്യം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തങ്ങളാണ് ഉദ്ധരിക്കുന്നത്. മഹാനവറുകൾ ഒരിക്കൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫഖാമ ഇലൈഹി റജുലുൻ, ഒരു മനുഷ്യൻ വന്നിട്ട് മഹാനവറുകളോട് പറഞ്ഞു, യാ അബാ മുഹമ്മദ് ഇദ്ഹബ് മഅി ഫീ ഹാജതി ഫുലാനിൻ, ഇന്ന ഒരാളുടെ വിഷയത്തിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നു തരുമോ എന്ന് ചോദിച്ചു. ഈ വന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കുകയും നമുക്ക് ഉണ്ടാക്കുമ്പോ നമുക്ക് റാഹത്താക്കാം, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് തവാഫ് ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ കൂടെ പോയി. കുറച്ച് സമയം തിരിച്ചു വന്നപ്പോൾ വന്ന മനുഷ്യനോട് ഹസദുണ്ടായിരുന്ന ഒരാൾ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, പറഞ്ഞു, അല്ല, നിങ്ങൾ എന്തിനാണ് തവാഫ് ഉപേക്ഷിച്ചുകൊണ്ട് തവാഫിൽ നിന്ന് പിന്തിരിഞ്ഞ് വന്ന ആഗതനായ മനുഷ്യന്റെ കൂടെ പോകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്, മൻ ദഹബ ഫീ അംരി ലി അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമായ തന്റെ സഹോദരന്റെ വല്ല കാര്യവും സാധിപ്പിക്കുന്നതിന് വേണ്ടി അവനോട് കൂടെ പോകുകയും ഫഖുദിയത ഹാജതുഹു, അവന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്താൽ കുതിബത ലഹു ഹജ്ജത്തുൻ വഉംറത്തുൻ, ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അവന് ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കാര്യം സാധിച്ചില്ലെങ്കിലോ ഇനി ആ കാര്യം സാധിച്ചില്ലെങ്കിൽ അയാൾക്ക് ഒരു ഉംറയുടെ പ്രതിഫലം അയാളെ കൂടെ പോയി കൊടുത്തല്ലോ, അതുകൊണ്ട് ഒരു ഉംറയുടെ പ്രതിഫലം ഉണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് തങ്ങൾ പറയുന്നത്, മൻ ജഹസ ഗാസിയൻ ഔ ജഹസ ഹാജ, ഒരു ഹജ്ജിന് പോകുന്നയാള് അയാളെ ഒരുക്കി പുറപ്പെടുവിച്ചു, അയാൾക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു. അതാണ് നമ്മൾ അവര് പോകുന്ന സമയത്ത് വിളിക്കുമ്പോൾ ഏത് തിരക്കും നമ്മൾ മാറ്റിവെച്ച് അവിടെ സംഗമിച്ചാൽ വലിയ കൂലിയുണ്ട്, ഹജ്ജ് ചെയ്ത കൂലി നമുക്ക് കിട്ടാൻ വകയുണ്ട്. അങ്ങനെ ചെയ്താൽ തങ്ങൾ പറയാണ്, അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി യാത്ര പോയ ആൾ അയാളുടെ കുടുംബത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. അയാളുടെ കുടുംബത്തെ നോക്കാൻ പിന്നെ ആളില്ല. അപ്പൊ അയാൾ പറഞ്ഞു, മുമ്പ് ഒന്ന് നോക്കണേ, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പോയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു. അവര് കുട്ടികളെ സ്കൂളിലേക്ക് ആക്കാനുണ്ട്, സ്കൂളിലേക്ക് കൊണ്ടുപോയി ഒരു ബില്ലടക്കാനുണ്ട്, അത് പേ ചെയ്തു, ബില്ലടച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ അവരെ ഒന്ന് സഹകരിച്ച് അവരോട് സഹകരണ മനോഭാവത്തോടെ ഒരു സർവീസ് അവർക്ക് നൽകിയാൽ എന്താ ലഭിക്കുന്നത്? അവർക്ക് കിട്ടുന്ന അതേ പ്രതിഫലം ഒന്നും മുറിയാതെ ഈ ചെയ്തു കൊടുത്ത മനുഷ്യനുമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒൻപതാമത്തെ കാര്യം,
തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഫഇന്ന ഉംറതൻ ഫീ റമദാൻ, റമദാനിൽ ഒരാൾ ഉംറ നിർവഹിച്ചാൽ തഖദി ഹജ്ജതൻ മഇ, എൻ്റെ കൂടെ, നബി തങ്ങൾ പറയാം, എൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കൂടെ ഹജ്ജ്. അപ്പോൾ ഉംറക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏതായാലും പൈസക്ക് ഇങ്ങനെ ഒരുക്ക് കൂട്ടി ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ? ആ ഉണ്ടാക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക? റമദാനിലേക്കൊന്ന് മാറ്റി വെക്കുക. ഏതായാലും ഉംറ ചെയ്യുന്നു, ആ ഉംറക്ക് വേണ്ടി നമ്മൾ പൈസ സ്വരൂപിച്ച് വെക്കുന്നുണ്ട് എങ്കിൽ ആ സ്വരൂപിച്ച് വെക്കുന്നത് ഇൻഷാ അല്ലാഹ് റമദാൻ ലക്ഷ്യമാക്കിയിട്ട് റമദാൻ എന്ന ഉംറക്ക് എന്ന് കരുതിയാൽ ഹജ്ജിന്റെ പ്രതിഫലം. അല്ലാത്ത സമയത്തുള്ളായാലും ഉംറയുടെ മാത്രമേ കിട്ടുള്ളൂ. ഹജ്ജിന്റെ പ്രതിഫലം, അതും റസൂലുള്ളാഹിന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് ഞാൻ ഈ വായിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 10ാമത് ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി തയ്യാറായി. ഈ വർഷവും അങ്ങനെ കൊടുത്തു വെച്ചവരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. ഈ വർഷം കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ കുറെ ആളുകൾ പോയിരുന്നു. ഇപ്രാവശ്യം കുറഞ്ഞോന്നുണ്ട്. എല്ലാവരും ഹജ്ജ് ചെയ്ത് തീർന്നോ അറിയില്ല. അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ നേരത്തെ അതിന്റെ ഗൗരവം സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഹജ്ജിന് പോകണമെന്ന് കരുതി കൊടുത്തു വിട്ട ആളുകളുണ്ട്. പക്ഷെ ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയി. അവർക്ക് ഈ വർഷം പോകാൻ കഴിഞ്ഞില്ല. അവര് വിഷമിക്കേണ്ട. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഫഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. നിങ്ങളുടെ ആ കരുത്തുണ്ടല്ലോ, ഈ വർഷം ഹജ്ജിന് പോകണം എന്ന രൂപത്തിൽ നിങ്ങളെല്ലാം സജ്ജമാക്കി നിന്നിരുന്നു. പക്ഷെ അപേക്ഷ സ്വീകരിച്ചില്ല. എങ്കിലും നിങ്ങൾക്ക് ഹജ്ജിന്റെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ഒരു നന്മ ചെയ്യാൻ ഒരാൾ തുനിഞ്ഞിറങ്ങി, ഫലം യഅമൽഹാ, അയാൾക്കത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അതിന്റെ പ്രതിഫലം പൂർണ്ണമായും അയാളുടെ അക്കൗണ്ടിൽ അല്ലാഹു രേഖപ്പെടുത്തി വെക്കുമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 10 കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഹജ്ജിന് പോയില്ലെങ്കിലും ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന വെരി സിമ്പിളായ കാര്യങ്ങളാണ്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏറ്റവും സിമ്പിളായത് നിങ്ങൾ ആലോചിച്ച് നോക്കി. 5 വക്ത് ജമാഅത്തിന് ഇവിടെ പങ്കെടുക്കാൻ കഴിയാത്തവരുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ എന്നല്ല, എവിടെയെങ്കിലൊക്കെ പള്ളിയിൽ മിക്ക ആളുകൾക്ക്, ഒരു 90% ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയും. ഈ ജോലിയുടെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഒഴി കഴിവുണ്ടാവുക. അപ്പൊ 5 ഹജ്ജ് ചെയ്തത് ഓരോ ദിവസം കിട്ടും. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലേ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ 33 പ്രാവശ്യം. അത് ചൊല്ലിയാൽ വീണ്ടും 5, അപ്പൊ 10. പിന്നെ ദുആ നിസ്കാരം വരെ ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ പള്ളിയിൽ ഇൽമു പറയുന്ന സമയത്ത് അവിടെ ഇരിക്കുക. അങ്ങനെ ചെയ്താൽ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 12 ഹജ്ജ്. ഒരു മാസം എത്രയായി? 12 × 30 360. 360 × 12 4320. 4320 ഹജ്ജ് ചെയ്ത കൂലി ഒരു വർഷം നമ്മൾ അക്കൗണ്ടിലേക്ക് എത്തും. അപ്പോൾ മീസാനിൽ വെയിറ്റുള്ള അമലാണ്. നമ്മൾ ഈ മനസ്സറിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അല്ലാഹു തആല അതൊക്കെ അതിന്റെ പ്രതിഫലം അല്ലാഹു തരുമെന്ന ഉറപ്പോടെ ഇഹ്തിസാബൻ എന്ന നിലയ്ക്ക് ചെയ്യാൻ അല്ലാഹു നമുക്ക് വലിയ